കരയിലെ ഏറ്റവും വലിയ ജീവി മനുഷ്യന് മുമ്പിൽ നിസ്സഹായനാകുന്ന കാഴ്ചയാണ് പൂരത്തിലും ഉത്സവത്തിലും നേർച്ചയിലുമെല്ലാം കാണുന്നത്. ഓരോ വർഷവും ചെരിയുന്ന ശരാശരി ആനകളുടെ എണ്ണം 50-ന് മുകളിലാണ്. കണക്കുകൾ ഇങ്ങനെ മുറ പോലെ ലഭ്യമാകുന്നുവെങ്കിലും അവ എന്തുകൊണ്ട് ചെരിയുന്നുവെന്ന ചിത്രം മാത്രം നമുക്ക് ലഭ്യമാകുന്നില്ല. അവയെ അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: കൊടിയ പീഡനത്തിൻ്റെ കഥയാണ് ഓരോ ആനയുടേതും. ആന എന്ന് പറയുന്ന വന്യജീവി മനുഷ്യരുടെ സാമീപ്യം തീരെ ഇഷ്ടമില്ലാത്തൊരു ജീവിയാണ്. ഒരാൾ തന്നെ കാട്ടിൽ ആനകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ വന്നു പെട്ടാൽ ആനകൾ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് നോക്കുക. അങ്ങനെയുള്ള ആന ഉത്സവ സ്ഥലങ്ങളിൽ നിരവധി ആളുകളുടെ മധ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആനയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ നിന്ന് വിട്ട് വിചിത്രമായൊരു സാഹചര്യത്തിൽ ആന എത്തിപ്പെടുന്നു എന്ന് ആനയ്ക്ക് തന്നെ തോന്നുന്നു. മാത്രമല്ല, ഈ കേരളത്തിൽ ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിൽ സാധാരണ ഈ കാലാവസ്ഥയിൽ അതിഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നുണ്ട്. മഴയൊക്കെ വിട്ട് മാറി ഈ പകൽ സമയത്ത് നല്ല ചൂടും വൈകുന്നേരങ്ങളിൽ തണുത്ത കാറ്റും രാത്രി നല്ല മഞ്ഞും കാലത്ത് ഈ സൂര്യൻ ഉദിക്കുന്നതോട് കൂടിയിട്ട് തണുപ്പിൻ്റെ ആധിക്യം കൂടുതലുള്ള സാഹചര്യത്തിലാണ് ഈ സാധാരണ ആനകൾക്ക് മദം പൊട്ടി മദജലം ഒഴുകുക. ആ കാലയളവിൽ തന്നെയാണ് കേരളത്തിൽ വിധിവൈപരീത്യം പോലെ ഈ ഉത്സവ ചടങ്ങുകൾക്ക് ആനകളെ ചങ്ങല പൂട്ടി എഴുന്നള്ളിക്കുന്നു. പൊതുവേ എല്ലാവരും നാട്ടാന എന്നും കാട്ടാന എന്നും പറയും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രധാനമായിട്ടും നാട്ടാനെ കാട്ടാന എന്നുള്ള ഒരു വ്യതിയാനം വരുന്നില്ല. നിർഭാഗ്യവശാൽ ഒരു കസ്റ്റഡിയിലുള്ള, ഇത് ഇപ്പോൾ ജയിലിലുള്ള മനുഷ്യരെന്നും അല്ലെങ്കിൽ കൊലപ്പുള്ളി എന്നോ കുറ്റക്കാരനെന്നോ പറയും. ഇവിടെ ആരും കുറ്റക്കാരനല്ല ആന. എന്നാൽ പോലും ഒരു ബന്ധനസ്ഥനായ ആളും അല്ലാത്ത ആളും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജയിൽ ജീവിതമാണ് നമ്മൾ ആനകൾക്ക് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നോക്കുക, കേരളത്തിലെ നാട്ടിലുള്ള കാട്ടാനകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരികയാണ്, ചരിഞ്ഞുകൊണ്ടിരിക്കുന്നു വിവിധ കാരണങ്ങളാൽ. അത് അസുഖമാണെന്ന് പറയുന്നു, അതിൻ്റെ നിഗമനങ്ങളിൽ പലതും ശരിയല്ല എന്ന ആരോപണങ്ങളുണ്ട്. പക്ഷേ നിഗമനങ്ങൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിച്ചതനുസരിച്ച് ബാക്കിയുള്ള ആനകളുടെ പരിപാലനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്, നിരവധി ചോദ്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ചെയ്യാവുന്നത് ഈ ആന ഉടമസ്ഥർ, ആന പാപ്പാന്മാർ, പൂരാഘോഷ കമ്മിറ്റിക്കാർ, സർക്കാരിൻ്റെ പ്രതിനിധികൾ, ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ആന ചെരിയുന്നു. പലപ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാളും ആനകളുടെ എണ്ണം ചെരിയുന്ന കാര്യത്തിൽ കൂടി വന്നിരിക്കുകയാണ്. ഇതിനെ പല രീതിയിലുള്ള ചർച്ചകളും നാട്ടിൽ നടക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നത് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതിന് വേണ്ടി
ആനകളെ ഉടമസ്ഥർ തന്നെ കൊല്ലുന്നു എന്ന രീതിയിൽ ചർച്ച വരികയാണ്. ഒരിക്കലും അത് നടക്കുന്നില്ല. ഒരിക്കലും നടക്കുന്നില്ല എന്നല്ല, ഒരിക്കലും കഴിയില്ല. അത് ആനകൾ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റം, മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റം ആനകൾക്കും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൊമ്പനാനകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ നീരുകാലാണ്. നീരുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആനകളെ, എഴുന്നള്ളിക്കുന്ന ആനകളെ ഏറ്റവും കൂടുതൽ നീര് ഉണ്ടായി കെട്ടുന്നത് ഏതാണ്ട് മേടമാസത്തിന് ശേഷമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മാറ്റം ഇപ്പോൾ ആനകളൊക്കെ ചിങ്ങമാസവും കന്നിമാസത്തിലും തുലാമാസത്തിലും വൃശ്ചികമാസത്തിലും ആനയ്ക്ക് നീര് വരികയും കെട്ടുകയും ചെയ്യുന്ന പ്രക്രിയ നടക്കുകയാണ്. ജനുവരി മുതൽ ഏപ്രിൽ ഇപ്പോൾ ഇതുവരെ ഏകദേശം ഒരു 8 ആനകളാണ് ചെരിഞ്ഞു പോയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏകദേശം ഓരോ വർഷവും ഏകദേശം ഒരു 20 ആനകൾ വരെ ചെരിഞ്ഞു പോകാറുണ്ട്. 2 കാരണമാണ് ഞങ്ങൾ ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, പ്രായാധിക്യം. നമ്മുടെ നിലവിലുള്ള ആനകളുടെ എണ്ണം സംസ്ഥാനത്ത് കുറഞ്ഞു വരിക. ഏകദേശം 1000 ഉണ്ട്, 700 ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഏകദേശം ഒരു 560 ആനകളുള്ളൂ എന്ന് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നിലവിലുള്ള ആനകളുടെ എണ്ണം ഒരു നിശ്ചിത ഘട്ടത്തിൽ നിലനിൽക്കുകയും ആനകൾ ഇനി ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഉള്ള ആനകളുടെ ജോലിഭാരം വർദ്ധിക്കും, യാതൊരു സംശയമില്ല. കാരണം കേരളത്തിലെ ഉത്സവാഘോഷങ്ങൾ, പെരുന്നാളുകളെല്ലാം ആനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ആനകൾക്ക് അത് വലിയൊരു ക്രമാതീതമായിട്ടുള്ളൊരു ഭാരമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ, അതായത് ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ആനകളുടെ ഈ പൊതുവേ നമ്മൾ കണക്കാക്കിയിരിക്കുന്ന പ്രായം മനുഷ്യരെ പോലെ തന്നെ ആവറേജ് ശരാശരി ഒരു 75-80 വയസ്സാണ്. ഇത് വനത്തിലായാലും നാട്ടിലായാലും നാട്ടിലുള്ള കാട്ടാനകളിലായാലും, കാരണം ആന എവിടെയാണെങ്കിലും ആന തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. തന്നെയല്ല, നിയമത്തിൽ പോലും പറയുന്നത് എലിഫൻറ്റ് വെറെവർ ഇറ്റ് ഈസ് ഫൗണ്ട് ഈസ് വൈൽഡ് എന്ന, വൈൽഡ് ലൈഫ് വെറെവർ ഇറ്റ് ഈസ് ഫൗണ്ട് ഈസ് വൈൽഡ് എന്ന. അപ്പോൾ ഈ ആനകളുടെ ശരാശരി പ്രായം ഇത് ആയിരിക്കെ നമ്മുടെ നാട്ടിലുള്ള ആനകളിൽ പലപ്പോഴും മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ പരിപാലന രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ പരിപാലന രീതിയിൽ മാറ്റങ്ങൾ, നമുക്ക് കൃത്യമായ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഇത് അല്ലാതെ നമുക്ക് രക്ഷയില്ല. ഇനി ഒരു പുതിയ രീതിയിൽ ആനകളെ കാട്ടിൽ നിന്ന് പിടിക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. ഇനി അനുവദിച്ചാൽ തന്നെ അതിനെ ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ആനകൾ പലപ്പോഴും ആശയവിനിമയം നടത്തുന്നത് 3 രീതിയിലാണ്. ഒന്ന്, തൊട്ട് അറിയുക. മറ്റൊന്ന്, കണ്ട്. ഈ കാഴ്ചശക്തി വളരെ ദൂരെ വരെ ആനകൾക്ക് കിട്ടുന്നില്ല. വേറൊന്ന് ഘ്രാണശക്തി. മറ്റൊന്ന് ശബ്ദത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന അതിനേക്കാളും താഴ്ന്ന തലത്തിലുള്ള വേവ് ലെങ്ത്തിലൂടെ, ഫ്രീക്വൻസിയിലൂടെ ആനകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1000 കിലോമീറ്റർ ദൂരെ വരെയുള്ള ഈ കുടുംബാംഗങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. നമ്മളെന്നാ കാണുക, എവിടെയാണ് കാണുക, ഇവർ പിന്നീട് മീറ്റ് ചെയ്യുന്നതൊക്കെ ഈ വിനിമയത്തിലൂടെയാണ്, ആശയവിനിമയത്തിലൂടെയാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ വളരെ ഗംഭീരമായ, വളരെ കർണകഠോരമായിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത്തരം സാഹചര്യവുമായി നിർഭാഗ്യവശാൽ ആനകൾ ഇഴുകിച്ചേരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതും ഒരു ക്രൂരതയാണ്. കാരണം നമുക്ക് തന്നെ പലപ്പോഴും സഹിക്കുന്നതിന് അപ്പുറത്തേക്കാണ്, നമ്മുടെ ഡെസിബലിനേക്കാളും, നമുക്ക് സഹിക്കാവുന്ന ഡെസിബലിനേക്കാളും അപ്പുറത്തേക്കാണ് ഈ ശബ്ദങ്ങളൊക്കെ. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പറയുന്ന ഗർഭം കലക്കി എന്ന് പറയുന്നത് പോലെ അത്തരം അമുട്ടുകളൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് പോലും, നമ്മുടെ നെഞ്ച് പോലും ഇടിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ആനകളെ, ഇവിടെയാണ് പാപ്പാനും ആനയുമായിട്ടുള്ള ബന്ധം, അതുപോലെ ആനകൾക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള പരിചയം ഒക്കെ സഹായിക്കുന്നത്.
അഷ്ടാംഗഹൃദയം എന്ന് പറയുന്ന പ്രാചീനമായ ഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യർ 11 തൊട്ട് 3 മണി വരെ പകൽ സമയത്ത് ഓപ്പൺ എയറിൽ നിൽക്കരുതെന്നാണ്. ഈ അഷ്ടാംഗഹൃദയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ കേരളത്തിലത്തെ പല ആരാധനാലയങ്ങളും പ്രവർത്തിക്കുന്നത്. പല ആരാധനാലയങ്ങളും 11 തൊട്ട് 4 മണി വരെ അടച്ചിടും സാധാരണ ദിവസങ്ങളിൽ. പക്ഷേ ഈ ആരാധനാലയങ്ങളിൽ പൂരത്തിന് നമ്മൾ നോക്കിയാൽ വളരെ വലിയൊരു വൈപരീത്യം കാണാൻ പറ്റും. ഈ 11 തൊട്ട് 4 വരെയാണ് ഈ പൂരത്തിന് ആനകളെ ചുട്ട വെയിലത്ത് ഓപ്പൺ എയറിൽ നിർത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നും പറഞ്ഞിട്ട് ആന എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ഇതിനിടയിൽ മാത്രം കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ 75ഓളം ഭക്തർ ആനയുടെ ചവിട്ടും കുത്തുമേറ്റ് ചത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 100-ലധികം പാപ്പാമാർ ഈ പ്രശ്നത്തിൽ ആന ഇടന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട്. പുതിയതായി തുടങ്ങുന്ന പൂരങ്ങളാണ് ഈ പകൽ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സമയത്തിന് നാഴികവട്ട ഉപയോഗിക്കുന്ന സമയത്ത് പൂർവികരായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ആറാട്ടുപുഴ പൂരം. 1432 വർഷമായിട്ട് പെരുവനം ഗ്രന്ഥവരി അനുസരിച്ചിട്ടാണ് ഈ പൂരത്തിൻ്റെ പഴമ കണക്കാക്കിയിട്ടുള്ളത്. അന്ന് ആ പൂർവികർ ഇത് ചിട്ടപ്പെടുത്തിയപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് അനുയോജ്യമായിട്ടുള്ള സമയം രാത്രി കാലങ്ങളാണെന്ന്. പകൽ സമയത്ത് അവരുടെ ദീർഘവീക്ഷണമുണ്ട് ഈ കാര്യത്തിൽ. പകൽ സമയത്ത് ഉള്ള ഉത്സവങ്ങൾക്ക് ആനയ്ക്ക് വെയിലും അതുമാതിരി മറ്റുള്ള ചൂടും അനുഭവപ്പെട്ട് ആന അടയാനുള്ള സാഹചര്യമുണ്ട്. അതായത് 100 കണക്കിന് ആൾക്കാർക്ക് അപകടം പറ്റാവുന്ന ഒരു സാധ്യതയുള്ളതാണ് ഈ പകൽ സമയത്ത് എഴുന്നള്ളിപ്പുകൾ. ഇപ്പോൾ ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 9 മാസവും ആന എഴുന്നള്ളിപ്പ് കാലമാണ്. അതായത് ചിങ്ങമാസം മുതൽ മേടമാസം കഴിയുന്നത് വരെ. പ്രത്യേകിച്ച് കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഉത്സവങ്ങളുള്ളത്. അത് കഴിഞ്ഞാൽ കൊല്ലം, കോട്ടയം ജില്ലകളിലാണ്, എറണാകുളം ജില്ലകളിലാണ്. അപ്പോൾ ആന പാപ്പാന്മാർ അവരുടെ പരിപൂർണ സമയവും ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ പരിപൂർണ സമയവും ആനയുടെ അടുത്ത് തന്നെയാണ്. ആനയെ മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിടുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ആനയുടെ അടുത്ത് കിടന്നുറങ്ങുകയും ഉറങ്ങാൻ തന്നെ സമയമില്ലാത്ത ദിവസങ്ങളാണ് ഈ 9 മാസക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്സവക്കാലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉത്സവങ്ങളുടെ എണ്ണം കൂടി. കഴിഞ്ഞ വർഷവും അതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഉത്സവങ്ങളുടെ എണ്ണത്തിനേക്കാൾ ഇരട്ടി ഉത്സവങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ആനകളുടെ എണ്ണം കൂടി വരികയും ഉത്സവങ്ങളുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്ന പൊതു സാഹചര്യത്തിൽ ആനകൾ ഉത്സവങ്ങൾക്ക് തയ്യാതെ വരികയാണ്. അപ്പോൾ ഒരു ആനകൾക്ക് വേണ്ട വിശ്രമം, സർക്കാർ പറയുന്ന വിശ്രമം കൃത്യമായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ആനത്തൊഴിലാളിക്ക് പറയാൻ വേണ്ടി കഴിയും.